നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഇസ്ലാമിക ഭീകരന്മാർ ബംഗ്ലാദേശിൽ കാട്ടിക്കൂട്ടുന്ന വലിയ രീതിയിലുള്ള ഹിന്ദു ആക്രമണം, ഹിന്ദുക്കളെ മുച്ചൂടും മുടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന മറ്റൊരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവിടെ ആക്രമണം നേരിടുന്ന ഹിന്ദുക്കൾ ഒന്നിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർക്കെതിരെ ഒന്നിച്ച് പടപൊരുതുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഞമ്മന്റെ പൊത്തകത്തിലെ ധീരന്മാരായിട്ടുള്ള ഭീകര ഓളികൾ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ ഓടി ഒളിക്കുന്ന കാഴ്ചയുമുണ്ട്. അതായത് ഒത്തൊരുമിച്ച് നിന്നാൽ ഇസ്ലാമിക കൊടും ഭീകരന്മാരെ തുരത്താനാവുമെന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും കുറച്ചുള്ള ക്രിസ്ത്യാനികളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ആ കാഴ്ചകൾ സന്തോഷം പകരുന്നത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലായാലും ലോകത്താകമാനമുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ ക്യാരക്ടർ എന്നുള്ളത്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് അവരുടെ പേര്, നവാസ് മന്നാനി എന്ന് പറയുന്ന ഒരു മദ്രസ പൊട്ടൻ ജിഹാദി, അയാൾ സൈന്യത്തെ ബലാത്സംഗം ചെയ്ത് മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റുന്ന നമ്മുടെ കുഞ്ഞു മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ പട്ടാളം ബലാത്സംഗം ചെയ്യുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ ജിഹാദിയുടെ പ്രസംഗം നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? അതിനുശേഷം ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ ഫോളോ അപ്പ്, എന്താണ് മറ്റുള്ള വിശദ വിവരങ്ങൾ അറിയിക്കണമല്ലോ എന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. എന്തായാലും ഈ വീഡിയോയുടെ അവസാനം അതിന്റെ ഫോളോ അപ്പ് ഞാൻ പറയുന്നതാണ്. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജാമിദ ടീച്ചർ ഈ പൊട്ടൻ ജിഹാദിയെ, ഈ മദ്രസ പൊട്ടനെ, പുസ്തകം മാത്രം വായിച്ച് ഇസ്ലാമിക രാജ്യം പുലരണം, ഭാരതത്തെ ഈ മുക്കാൽ ആ രാജ്യമാക്കി മാറ്റണം എന്ന സ്വപ്നം കണ്ട് നടക്കുന്ന ആ ജിഹാദി ജാമിദ ടീച്ചർ വിളിച്ചപ്പോൾ സംസാരിക്കുന്നതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവന്മാർക്കൊക്കെ പട്ടാളം അല്ലെങ്കിലും NIA ആണെങ്കിലും RSS ആണെങ്കിലും ഒരു ഒന്നൊന്നര പേടി തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പട്ടാളവും NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ ജിഹാദിക്ക് പിറകിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ ഈ ജിഹാദി പട്ടാളത്തെ പുകഴ്ത്തി പറയുന്നൊക്കെ കേൾക്കണം. ജാമിദ ടീച്ചർ കഴിഞ്ഞ ദിവസം ഈ ജിഹാദിയെ വിളിച്ചിരുന്നു, അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ഹലോ, നവാസ് മന്നാനി അല്ലേ? അതെ, ഞാൻ ജാമിദാണ്. എനിക്കൊരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിക്കുന്നത്. ആരാണ്? ജാമിദ. എവിടുന്നാ? ഞാൻ കോഴിക്കോടുന്ന്. ഓ, പറഞ്ഞോളി. താങ്കളെ കുറിച്ചിട്ട് ഒരു വോയിസ് പ്രചരിക്കുന്നുണ്ടല്ലോ, ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞത്. എങ്ങനെ? ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി പറഞ്ഞ രൂപത്തില് ഒരു വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിലായില്ല. ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി താങ്കൾ പറഞ്ഞ ഒരു വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ, അതെ അതെ അതെ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. ഇന്ത്യൻ ആർമിയെ പറ്റി നമുക്ക് നല്ലതല്ലേ പറയാനുള്ളൂ. അല്ല, താങ്കളുടെ ആ വീഡിയോ, പട്ടാളത്തെ പറ്റി ഇന്ത്യയിലുള്ള ഒരാൾക്ക് മോശം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ താങ്കളുടെ വീഡിയോയിൽ മോശമാണല്ലോ. അതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കാനില്ല. കാരണം 7 വർഷത്തിന് മുമ്പുള്ളൊരു അത് എങ്ങനെ ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. താങ്കളുടെ പ്രഭാഷണം അല്ലേ അത്? മോർഫ് ചെയ്തതാണ്. എന്റെ പ്രഭാഷണമാണ്. പക്ഷെ അത് എങ്ങനെയാണ് അത് എങ്ങനെ ഏത് രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നത് നമ്മൾ നോക്കണമല്ലോ. അല്ല, 2-3 മണിക്കൂർ താങ്കൾ തുടർച്ചയായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. അതെ അതെ, ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമുക്ക് നല്ലതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയാൻ ഇന്ത്യക്കാരന് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഇന്ത്യക്കാരൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ താങ്കളുടെ പ്രഭാഷണത്തിൽ അതുണ്ട്, അത് താങ്കൾ പറഞ്ഞതുമാണ്. എങ്ങനെ? താങ്കൾ പറഞ്ഞതുമാണത്. കാരണം മന്നാനിയുടെ വീഡിയോ ആണ്. കേട്ടില്ല. നവാസ് മന്നാനിയുടെ വീഡിയോ ആണല്ലോ അത്. നിങ്ങളെ റേഞ്ചിൽ കേട്ടില്ല. എന്താണ്? താങ്കളുടെ വീഡിയോ സന്ദേശമാണല്ലോ അത്. അതെ, എന്റെ വീഡിയോ ആണ് അത് പ്രചരിക്കുന്നത്. ഞാൻ കണ്ടിരുന്നു. അതില് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തില്ല, നമുക്ക് യോജിപ്പുള്ള കാര്യമല്ല. പക്ഷെ ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമുക്ക് നല്ലതല്ലേ പറയാനുള്ളൂ. പക്ഷെ താങ്കൾ പറഞ്ഞത് നമ്മുടെ കുട്ടികളെയൊക്കെ ബലാത്കാരം ചെയ്യും എന്നൊക്കെയുള്ള ടോണിലാണല്ലോ. അത് കട്ട് ചെയ്ത് ആർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും 3 മിനിറ്റോളം 2.5 മിനിറ്റോളം സംസാരിച്ചത് താങ്കൾ മാത്രമാണ്. അത് കണ്ടിന്യൂഷനും ഉണ്ട്. ഞാൻ തന്നെ അതൊക്കെ സന്ദർഭത്തിൽ നിന്ന് കട്ട് എടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ട് ആ 2.5 മിനിറ്റ് താങ്കൾ സംസാരിച്ചതല്ലേ അത്? ഇന്ത്യൻ പട്ടാളത്തെ പറ്റി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ എന്തെല്ലാം ഉണ്ട്. അല്ല, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് താങ്കൾ പറഞ്ഞത് തന്നെയല്ലേ? എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഒരു അഭിപ്രായമേ ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതല്ലാതെ വേറെ അഭിപ്രായം ആർക്കും ഇല്ല, എനിക്കും തീരെ ഇല്ല. അതല്ല, 7 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ അത് പറഞ്ഞതാണ്. ഇപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് അഭിപ്രായം?
ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമ്മുടെ വികാരമാണ്, നമ്മുടെ സ്വത്താണ്, നമ്മുടെ മുതലാണ്. ഇപ്പൊ ഈ വയനാട്ടിൽ നമ്മൾ കണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കാൻ തന്നെ പാടില്ലല്ലോ. കാരണം ഇന്ത്യക്കാരെ നമ്മൾ ഉറങ്ങുമ്പോ അവര് കാവലിരിക്കുന്നവരല്ലേ ഇന്ത്യൻ പട്ടാളം. ആ ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ അവരുടെ യാത്രയായപ്പം അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ സ്വീകരണവും അവിടെ ചെയ്ത വയനാട് മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അവർ അതിർത്തി കാക്കുന്നവര് മാത്രമല്ലല്ലോ. ഇന്ത്യൻ പട്ടാളം അതിർത്തി കാക്കുന്നവര് മാത്രമല്ല. ഓരോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിരുന്നാലും അവിടെയൊക്കെ പറന്നിറങ്ങി എല്ലാ നിലയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നവരാണ് ഇന്ത്യയുടെ പട്ടാളം. അവർ അതിർത്തി കാക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഒരാളെ നമ്മളിപ്പോ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫാബ്രിക്കേറ്റഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നുള്ളതല്ലല്ലോ. മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യൻ പട്ടാളത്തെ ബഹുമാനിക്കേണ്ടതും അവർക്ക് അവരെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരനാവുമ്പോ ആ ഇന്ത്യക്കാരന് മതങ്ങൾക്കപ്പുറത്ത് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ആ ഇന്ത്യക്കാരന്റെ സർവസ്വത്വമാണ് ഈ പട്ടാളം എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമാണ്. ഇപ്പൊ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പല ഭാഗങ്ങളിലും നിന്നും കിടന്നും അവരുടെ സാധന കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ കിടന്നു വരുന്ന പട്ടാളക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അത് കണ്ടിട്ട് പല പ്രഭാഷണ വേദികളിൽ ഞാൻ പറഞ്ഞു, അതിന്റെ ക്ലിപ്പ് എന്റെ ഇരിപ്പുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ അവരെയാണ് കൊണ്ടുവരേണ്ടത്. അതെ, സത്യം. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന അവരെ ഏറ്റവും അർഹിക്കുന്ന രീതിയിൽ അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അവരെ കാരണം അവർക്ക് സുഖം എന്ന് പറയുന്നത് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് സുഖവും സന്തോഷവും എന്താണെന്നുള്ളത് കിട്ടുന്നത്. അപ്പൊ ആ യാത്രയിലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം എന്നതാണ് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ തന്നെ അത് ഞെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രസംഗം കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ പട്ടാളത്തെ സംബന്ധിച്ച് നല്ലതല്ലാത്ത ഒന്നും നമുക്ക് പറയാനില്ലല്ലോ. അപ്പൊ 7 വർഷങ്ങൾക്ക് മുമ്പുള്ള അഭിപ്രായമല്ല താങ്കൾക്ക് ഇപ്പൊ ഉള്ളത്? അങ്ങനെയല്ല, ആ പ്രസംഗം ഫാബ്രിക്കേറ്റഡ് ആണത്. താങ്കൾ പറഞ്ഞതല്ല അല്ലെ? പല ഭാഗങ്ങളിൽ നിന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കിപ്പോ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യം അല്ലെങ്കിൽ മുമ്പത്തെ സാഹചര്യം എന്നുള്ളതല്ലല്ലോ. ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ ഓരോ ജനതയ്ക്കും രാജ്യത്തിന്റെ ഓരോ ജനതയ്ക്കും കാവൽ നിൽക്കുന്നതാണ് ഇന്ത്യൻ പട്ടാളം. അത് അന്നും ഇന്നും എന്നും അങ്ങനെ ആയിരിക്കണം ഒരു ഇന്ത്യൻ പൗരന്. പക്ഷെ താങ്കളുടെ പ്രഭാഷണം പലയിടത്തുനിന്ന് കട്ട് ചെയ്ത് എടുത്തതല്ല, കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ആ 2.5 മിനിറ്റ് കിട്ടുന്നത് നമുക്ക്. അതിപ്പോ നമുക്കിപ്പോ ഏതെല്ലാം രീതിയിലാണ് ഒരു കാര്യം യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. അല്ല, ഒന്നുകിൽ താങ്കൾ അത് താങ്കളുടേതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണം. അതല്ലെങ്കിൽ കാണുമ്പോ അറിയാലോ അത് താങ്കളുടേതല്ലെന്നാ പറയുന്നേ. അല്ല, അത് കാണുമ്പോ അറിയാലോ എന്റെ സംസാരമാണെന്ന് അറിയാലോ. അത് പല ഭാഗങ്ങളിൽ നടത്തി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് ഏതൊക്കെയോ ചാനലുകളിലൊക്കെ കാണിച്ചതാണ്. അന്ന് നമ്മൾ ഇതിനെ പ്രതികരിച്ചിരുന്നു. ഇതിപ്പോ വീണ്ടും പുതിയതായിട്ട് ഇങ്ങനെ പൊക്കി നമുക്ക് രാജ്യത്തിന്റെ ഒരു വിഷയം നമ്മളൊരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എല്ലാ വർഷവും ഇങ്ങനെ ചികഞ്ഞു കൊണ്ടുവരിക. വയനാടിന്റെ വിഷയം വന്നപ്പോഴാണ് ഇന്ത്യൻ ആർമി എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിന് കൃത്യമായിട്ട് മനസ്സിലായത്. പ്രത്യേകിച്ച് നമ്മൾ രാജ്യവുമായിട്ട് അതിന് മുമ്പേ ലോകം കാണുന്നവർക്കൊക്കെ ഇന്ത്യൻ ആർമി ആരാണ് വയനാട് അല്ല ആർമിയെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ഇതാണോ എന്നാണ് മൊത്തത്തിൽ ആൾക്കാർ ചോദിക്കുന്നത്. അതല്ല, അത് വയനാട് വന്നതിന് ശേഷമല്ല ഇന്ത്യൻ ആർമിക്ക് ഇത്രയും കഴിവുണ്ടെന്നോ ഒന്നും വന്നിട്ടുള്ളത്. അതിന് ഇന്ത്യൻ ആർമിക്ക് കഴിവ് തെളിയിച്ചവരാണല്ലോ. അതല്ല, കേരളം പ്രത്യേകിച്ച് ഒരു അതിർത്തിയും അതിർത്തി രാജ്യങ്ങളൊന്നും പങ്കിടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ എഫേർട്ട് അറിയില്ല. അതായത് നേരിട്ട് അനുഭവം ഉണ്ടായത് വയനാട് ബേലിപ്പാല നിർമ്മാണവും അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി അനുഭവിക്കുന്ന പ്രയാസം ഞാണിന്മേൽ ഇങ്ങനെ നൂന്ന് സ്വന്തം ജീവൻ പോലും ബലി അർപ്പിച്ച് രക്ഷപ്പെടുത്തുന്നതും ചെറിയ കുഞ്ഞുങ്ങളെ ബെഡ്ഷീറ്റിന്റെ കഷ്ണം വെച്ചിട്ട് അതെ അല്ല ചെറിയ 3 മക്കളെ സ്വന്തം ശരീരത്തോട് വെച്ച് ബെഡ്ഷീറ്റ് കീറി കെട്ടി വെച്ച് കൊണ്ടുവരുന്നതും ഞാണിന്മേൽ നമ്മൾ പള്ളികളിൽ പ്രസംഗിക്കുന്നതൊക്കെയാണ്. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ പ്രസംഗിക്കുന്നത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഈ ത്യാഗവും അവര് ചെയ്ത ഇടപെടലും.
അപ്പോ താങ്കളുടെ ഈ പ്രസംഗം കൂടി കേട്ടപ്പോ വല്ലാത്ത വേദന തോന്നി. കാരണം ഇതിനകത്ത് പിന്നെ രക്ഷാമാർഗത്തില് ആരെങ്കിലും പ്രവർത്തിച്ചവർ ഇത് കേട്ടാൽ അവർക്ക് ഇത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. സഹിക്കാൻ പറ്റില്ല. അത് ഈ നമ്മുടെ അടുത്തൊരു ഒരു കാര്യം ചോദിക്കണമല്ലോ, അത് ചോദിക്കാതെ സ്വന്തമായി ഇങ്ങനെ പിന്നെ ചാനലുകളിൽ ഇട്ട് ഇങ്ങനെ അലക്കണം. നമ്മളിപ്പോ ഒരു വിഷയം ഉണ്ടാകുമ്പോ അയാളോടാണ് ചോദിക്കേണ്ടത്, അതെ, എന്താണ് ഇങ്ങനെ സംഭവം എന്ന് ചോദിക്കേണ്ടത്. താങ്കളെ വിമർശിച്ചിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെന്ന് തോന്നി. കാരണം ഇതാണ് സംഭവം. അത് നമ്മളിപ്പോ കാര്യം ഇപ്പൊ ചോദിച്ചറിഞ്ഞിട്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അതെ, അപ്പോ ഞാന് താങ്കളെ കുറിച്ചിട്ട് വളരെ മോശമായ ഒരു ഇമ്പാക്ട് ആണ് ആ വീഡിയോസിലൂടെ നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോ അതിന് പിന്നെ ആളുകൾ എല്ലാവരും മോശമായിട്ട് ധരിച്ചു പോകുമല്ലോ. അപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി ഓഡിയൻസിനെ അറിയിക്കാനുള്ള ഒരു ബാധ്യത എനിക്ക് ഉണ്ടെന്ന് തോന്നി. ഇപ്പോഴാണ് നമ്പർ കിട്ടിയത്. അപ്പൊ അത് മാറ്റിയിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അതിനാണ്. കാരണം മറ്റേ മുസ്ലിങ്ങൾ മൊത്തം ഇന്ത്യൻ ആർമിയെ വെറുക്കുന്നവരാണ്, ബലാത്സംഖ്യകളാണെന്ന് ചിന്തിക്കുന്നവരാണ് എന്നൊരു ഇമ്പാക്ട് ഓഡിയൻസിന്റെ മുമ്പിൽ ഉണ്ടാക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെ. അപ്പൊ ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി പിന്നെ എന്താണ് സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് എന്നതിനപ്പുറത്ത്, പോലീസ് ആകുമ്പോൾ അയൽ സംസ്ഥാനവും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതുപോലെയല്ല ഇന്ത്യൻ പട്ടാളം. അതിർത്തി അപ്പുറത്തെ രാജ്യം നമ്മുടെ പിന്നെ രാജ്യത്തിന്റെ ഭാഗമല്ല. അപ്പൊ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റിയും അവർക്കാണ് കൂടുതൽ പിന്നെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് എന്റെ നിലപാട്. ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. ഇതിനകത്ത് ഒരു പിന്നെ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വൈറലായ ഒരു സംഭവം അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തിൽ. നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. അതെന്ത് രണ്ടാമതൊരു അഭിപ്രായം ഇല്ലല്ലോ. അല്ല, ഓക്കെ. അപ്പം താങ്കളുടെ ഈ വിലയേറിയ അഭിപ്രായവും കൂടി എനിക്ക് എത്തിക്കേണ്ടിടത്ത് എത്തിക്കണമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും താങ്കളോട് ഞാൻ വിളിച്ചു ചോദിച്ചത്. അതായത് എന്റെ പ്രഭാഷണമാണ്, അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുമ്പോഴാണ് ഏതോ ഒരു സിനിമയിൽ ജഗതി പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഇതെന്റെ ഗർഭമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഇതെന്റെ ഗർഭമല്ല എന്ന് പറയുന്ന പോലെ ഈ ജിഹാദിയുടെ വാക്കുകളെ കേൾക്കേണ്ടത്. അതെന്റെ പ്രഭാഷണം തന്നെയാണ് 7 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നറിയില്ല. ഇവന്റെ ഉമ്മ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാണ്ട്, എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ സുഹൃത്ത് പറയുകയാണ്, ഇവന്റെ ബാപ്പയും ഉമ്മയൊക്കെ ചിലപ്പോൾ പറഞ്ഞു എങ്ങനെ ഉണ്ടായി എന്ന് അറിയില്ല എന്ന്. ഇവന്റെ വാക്ക് കേട്ടപ്പോൾ പടച്ച തമ്പുരാനെ, ഇവൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നെങ്കിലും ആ ഉമ്മയും ബാപ്പയും പറഞ്ഞു കളയുമോ എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു. ഈ ജിഹാദിയുടെ ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് കുറ്റം പറയുകയല്ല, മരിച്ചവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. എന്നിരുന്നാലും മരണം ഒരാളെ വിശുദ്ധനാക്കുന്നുമില്ല. കാരണം ഇവന്റെ വിത്ത് അത് അവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഏതായിരിക്കും അത് ഗുണമെന്ന്, അല്ല മദ്രസയിൽ പോയിട്ടുള്ള പൊട്ടന്മാരൊക്കെ ഏതായിരിക്കും ഗുണം എന്നുള്ളത് നമ്മൾ നോക്കാണ്ട് അറിയാതെ തന്നെ പറയാൻ പറ്റും. എന്തായാലും ജാമിദ ടീച്ചറാണ് ഈ ജിഹാദിയെ വിളിച്ചത് എന്ന് ഈ പൊട്ടന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ടീച്ചർ കൃത്യമായിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, നീ തന്നെയല്ലേ ഇത് പ്രഭാഷണം നടത്തിയത്? അതെ, അത് ഞാനാണ്. നിന്റെ വാക്കുകളല്ലേ ഇത്? അതെ, അത് എന്റെ വാക്കുകളാണ്. പിന്നെ നീ അല്ലേ പറഞ്ഞത് പട്ടാളക്കാർ മുസ്ലിങ്ങളെ ബലാത്സംഗം ചെയ്യാൻ വരുന്നു എന്നുള്ളത്? അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ സത്യത്തിൽ ഇവൻ കഞ്ചാവ് അടിച്ചിട്ടാണോ ഇവൻ ഈ പ്രസംഗം നടത്താനൊക്കെ പോകുന്നത് എന്ന് ഏതെങ്കിലും സാധാരണക്കാരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. ഇനി ഇതേ കാര്യം തന്നെ, ഈ ഡയലോഗ് തന്നെ ഈ ശുപ്പാണ്ടി ഞാൻ വിളിച്ചപ്പോഴും പറയുന്നുണ്ട്. ഈ ജിഹാദി ഞാൻ വിളിച്ചപ്പോൾ ആ ഓഡിയോ റെക്കോർഡ് ഒന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ഒന്നുകൂടെ കേട്ടിട്ട് വരാം. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല, കാരണം നിങ്ങള് ഒരുപാട് ചെറിയ വിഷയങ്ങൾ. അല്ല, ഞാൻ അങ്ങയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് പൂർണ്ണമായിട്ടല്ല. ഞാൻ പറയട്ടെ, ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും, മുസ്ലിം ഹിന്ദു എന്നുള്ളതല്ല. ഇന്ത്യ രാജ്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളെ, മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങളുടെ പെൺമക്കളെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് പറയൂ. ഇന്ത്യൻ പൗരന്റെ, അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ളതല്ല. ഇന്ത്യക്കാരനാണോ ആ ഇന്ത്യക്കാരന്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഇന്ത്യക്കാരന്റെ അഭിമാനമാണ്. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ അത് പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളം. എന്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും
ഇനി ഈ ജിഹാദി പറയുന്നു എന്റെ പ്രസംഗം തന്നെയാണ്, പക്ഷെ ഞാൻ എങ്ങനെ അത് ഉണ്ടായി എന്ന് എനിക്കറിയില്ല. എന്റെ അടുത്തും പറയുന്നുണ്ട്. ഈ പൊട്ടൻ അറിയാം ഇത് കൃത്യമായിട്ട് ശാസ്ത്രീയ പരിശോധന നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവന്റെ ശബ്ദം. കാരണം ഇതിനകം തന്നെ ഇവന്റെ പ്രസംഗ ഭാഗങ്ങൾ ഇവിടെ ഒരു ജിഹാദി ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് മുഹമ്മദ് സലീം MSIയോ MSLോ മുഹമ്മദാണ്. പിന്നെ കുഴപ്പമില്ല, മദ്രസ പൊട്ടനാണ്. യു ബ്ലാഡി റാസ്കൽ, ആ പ്രസംഗം കൂടി കേൾപ്പിക്കൂ എന്ന് നമ്മുടെ മമ്മദ് കാക്ക മേലേന്ന് ഇവിടെ വന്നിട്ടുണ്ട്, പുസ്തകം പിടിച്ച് വന്നിട്ടുണ്ട്. മമ്മദ് കാക്ക, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പ്രസംഗം ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. നീ ഒന്ന് കോൾമയിർ കൊള്ള് ആ പ്രസംഗം. നമ്മുടെ ഭാരതത്തിന്റെ, നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല, നിനക്കൊന്നും ഭാരതമില്ലല്ലോ, നിനക്കൊക്കെ മുക്കാൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണല്ലോ നിന്റെ മാതൃരാജ്യം, അപ്പന്റെ ബാപ്പാന്റെ രാജ്യമൊക്കെ. അപ്പോൾ എന്തായാലും നീ പറഞ്ഞ പ്രകാരം മുഹമ്മദ് സലീമിന് വേണ്ടിയിട്ട് ആ ജിഹാദി പറഞ്ഞ പ്രസംഗം ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കേൾപ്പിക്കാം കേട്ടോ. മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ പ്രചാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദര, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുമ്പോ ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതാണ് ഇവൻ സംസാരിച്ചത്. അതായത് ഇവിടെ ഒരു മുഹമ്മദ് സലീമും പിന്നെന്താ ഷബീബും ഉമ്മറൊക്കെ വന്നിട്ട് വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, മദ്രസ പൊട്ടന്മാരാ. അതുകൊണ്ട് പിന്നെ അവരെ കാര്യമാക്കണ്ട, കാരണം മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ പിന്നെ തീർന്ന്. അത്തരത്തിലാണ് ഇവന്മാരുടെ സംസാരവും സംശയങ്ങളും ഒക്കെ. എന്തായാലും ഈ ചങ്ങാതി ചോദിച്ച പോലെ ആ പ്രസംഗം കൂടി കേൾപ്പിച്ചിട്ടുണ്ട് മുഹമ്മദേ. സന്തോഷമായല്ലോ. പട്ടാളത്തെ ഇത്തരത്തിൽ പറയുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയൊക്കെ നീയൊക്കെ വീണ്ടും വീണ്ടും അത് കേൾക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നോക്കൂ, ഇവന്റെ വീടും ഇവന്റെ അഡ്രസ്സും ഇവന്റെ വീടിന്റെ പിക്ചർ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇവന്റെ ഇരുനില വീട് എന്നല്ല ബംഗ്ലാവ് എന്ന് തന്നെ പറയണം. ആ ബംഗ്ലാവിന്റെ ഇടതുവശത്തെ അപ്സ്റ്റെയറിലെ ഇടതുവശത്തെ റൂമിൽ ഇരുന്നിട്ടാണ് ഇവന്റെ ഈ ജിഹാദി, ഈ രാജ്യദ്രോഹ പ്രസംഗങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും പിന്നീട് അത് അവന്റെ യൂട്യൂബ് ചാനൽ മറ്റുള്ള ഒരുപാട് ചാനലുകളിലേക്കൊക്കെ അവനത് കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ അവന്റെ വീടും അവന്റെ അഡ്രസ്സും എല്ലാം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതില് മറ്റൊന്ന് എടുത്തു പറയണം, ഇതിന്റെ അപ്ഡേഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇത്. കൃത്യമായിട്ടും നമ്മൾക്കറിയാം, അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് AHP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രവീൺ തൊഗാഡിയാജിയുടെ സംഘടനയാണ്. അത്തരത്തിൽ ഞാൻ 3 സംഘടനകളെയും ബന്ധപ്പെട്ടിരുന്നു. അതായത് ഹിന്ദു ഐക്യവേദിയുമായിട്ടും ഈ വിവരങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട്, VHPയുമായിട്ടും ഈ വിവരങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല AHP, ഈ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് പ്രവീൺ തൊഗാഡിയുടെ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും ഇത് പാസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ പ്രവീൺ തൊഗാഡിയുടെ അദ്ദേഹത്തിന്റെ ആ സംഘടന കൃത്യമായിട്ട് ദേശീയ തലത്തിൽ തന്നെ ഇത് NIA-യുടെ മറ്റുള്ള ഒരുപാട് സൈനിക കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ നിമിഷത്തിൽ തന്നെ ഇവന്റെ ഫോൺ നമ്പറുകൾ 2 നമ്പറുകളാണ് ഇവന്റെ ഉള്ളത്, അത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവന്റെ ഒട്ടേറെ മറ്റു പ്രസംഗങ്ങളുടെ സാമ്പിൾ അവർ ശേഖരിച്ചു എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. സാമ്പിൾ ശേഖരിച്ചത് ഇത് ഇവന്റെ ശബ്ദമാണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരുപാട് നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവൻ സൈന്യത്തെ അങ്ങോട്ട് സുഖിപ്പിച്ചിട്ട് സൈന്യം ഇന്ന് സംഭവമായിട്ടാണ് പറയുന്നത്. ഇവനൊക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാ പറയും? താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. കാരണം ഇവനറിയാം തീഹാർ ജയിലിൽ കിടക്കുന്ന ഇസ്ലാമിക കൊടും ഭീകരന്മാർ, പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടല്ലോ, അവരുടെ അവസ്ഥ, വെളിച്ചെണ്ണ സുഖം എന്താണ് എന്ന് അവനറിയാം. മാത്രമല്ല നമ്മുടെ 100 കണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിൽ വധിച്ച, അതല്ലെങ്കിൽ ക്രൂരതയോടുകൂടി ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടി ആസൂത്രണം നടത്തിയ, ഇന്നും കർണാടക ജയിലിൽ എന്താ പറയാ വിചാരണ തടവുകാരനായിട്ട് കഴിയുന്ന ഞമ്മന്റെ മുഹമ്മദ് കാക്കയുണ്ടല്ലോ, മദനിക്കാക്ക. ഈ മദനിക്കാക്കയൊക്കെ അനുഭവിക്കുന്ന സുഖം എന്താണ് എന്നുള്ളത് നമ്മുടെ മന്നാനിക്കാക്ക, മുന്നാനിയോ പൂണാനിയോ എന്തോ ഒരു സാധനം
നവാസ് ഇവൻ അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇവനെ ഈ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് ഇപ്പൊ സൈന്യത്തെ പുകഴ്ത്തുന്ന വാക്കുകളൊക്കെ കേട്ടാലുണ്ടല്ലോ എന്റെ പൊന്നു മക്കളെ, നമ്മളെ മദ്രസ ഉസ്താദൊക്കെ കണ്ടം വഴി ഓടും. കാരണം ഞമ്മന്റെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നത് എന്താ? അതാണ് മന്നാനി ആദ്യം ഈ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിലെ അതൊന്നുമല്ല, സൈന്യം ഇങ്ങനെയാണ്, അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പേ എന്ന രീതിയിലേക്ക് ഈ മന്നാനി മാറിയിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ അനുഭവിക്കേണ്ട സുഖം അതിനൊരു മാറ്റവും വരില്ല. ഏതായാലും ഇതിന്റെ അന്വേഷണം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവൻ പറയുന്നുണ്ട് 7 വർഷം മുൻപ് നടന്നതാണ് എന്നുള്ളത്. 7 വർഷമാണോ 7 ദിവസമാണോ 7 മിനിറ്റ് ആണോ 7 സെക്കൻഡ് ആണോ എന്നുള്ളതല്ല, സൈന്യത്തെ കുറിച്ച് ഇവൻ ഇത് പറഞ്ഞോ എന്നുള്ളത് മാത്രമാണ്. ഇവൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുക്കുക. എവിടേക്ക്? കേന്ദ്രത്തിലേക്ക്. ഇവിടെ കത്തിക്കുത്ത് നടക്കുന്നു, കൊള്ള നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, ഇവിടത്തെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇവിടേക്ക് സൈന്യം വരണമെന്ന് ആര് കൊടുക്കുന്നു? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പോർട്ട് കൊടുക്കുന്നു കേന്ദ്രത്തിലേക്ക്. അപ്പോഴോ സൈന്യം വരികയാണ്. സൈന്യം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ജന്തു, ഈ തീവ്രവാദി, ഈ വർഗീയവാദി നമ്മുടെ ഭാരതത്തിന്റെ പട്ടാളത്തെ ബലാത്സംഗ വീരന്മാരായി വാഴ്ത്തിയത് എന്ന് പറയുമ്പോൾ ഈ ഡാഷിന്റെ മോനൊക്കെ ഇതിൽ പരമാണ് മറുപടി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ജാമിദ ടീച്ചർ വിളിച്ച ആ ഒരു ടെലിഫോൺ സംഭാഷണം കൃത്യമായിട്ട് കേൾക്കേണ്ടതുണ്ട്. ഇനി ഈ വീഡിയോ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ ഓഡിയോ കൃത്യമായിട്ട് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് കാണാനാവും, കേൾക്കാനാവും. എന്തായാലും ഇവൻ പേടിച്ച് തൂറി വിരകിയിരിക്കുക തന്നെയാണ്. കാരണം ഇവന്റെ വീടിന് ചുറ്റും നമ്മുടെ ആളുകൾ, അതല്ലെങ്കിൽ NIA-യുടെയും പട്ടാളത്തിന്റെയും ആളുകളുടെ നിരീക്ഷണം ഇതിനൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവന്റെ വീട് എവിടെ എന്നുള്ളതും ഇവന്റെ വീട്ടിൽ എവിടെ ഇരുന്നാണ് ഇവൻ ഈ പരിപാടി കുൽസിതങ്ങളൊക്കെ നടത്തുന്നതെന്ന് വരെ ഉള്ള റിപ്പോർട്ട് നമ്മൾ കൊടുത്ത പരാതി പ്രകാരവും മറ്റും നമ്മൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് മറ്റുള്ള അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ വെറുതെ വിടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇവൻ അനുഭവിക്കുന്നത് ഇവിടത്തെ സഹജിഹാദികൾ മമ്മദ്മാർ കാണണം, ഷബീബ് ഉമ്മർമാർ കാണണം. നിന്റെയൊക്കെ ഉമ്മാനെയും പെങ്ങളെയും മോളെയും ഒന്നും ബലാത്സംഗം ചെയ്യാൻ വരുന്നവരല്ല സൈന്യം. ഇവിടത്തെ സൈന്യം വയനാട് ദുരന്തമുഖത്ത് എന്താണ് ചെയ്യാൻ വന്നത് എന്ന് ഒരു പ്രതിഫലം പോലും ഇച്ഛിക്കാതെ, ഒരു ചിരി പോലും ഇച്ഛിക്കാതെ, ഒരു നന്ദി വാക്ക് പോലും ഇച്ഛിക്കാതെ, മനുഷ്യ ജീവനെ രക്ഷിക്കാനാണെങ്കിൽ അങ്ങനെ, ഭാരതത്തിന്റെ അതിർത്തി സംരക്ഷിക്കാനാണ്, അങ്ങനെ ഭാരതത്തിന്റെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടി ഉറക്കമില്ലാതെ കാവലിരിക്കുന്ന ആ സൈന്യത്തെ നിന്റെ ഏത് പുസ്തകം പഠിച്ചിട്ടാണെങ്കിലും, ഏത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പിൻബലത്തിലാണെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ആ നാക്ക് ഇനി അത്തരത്തിൽ പറയാൻ പൊങ്ങരുത്. അതിനുള്ള കൃത്യമായുള്ള നിയമത്തിന്റെ വശങ്ങളിലൂടെ നിന്നെ പൂട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്റെ പേടിച്ച് തൂറിയ വാക്കുകൾ ഇനി ഇവിടെ കേൾക്കേണ്ട. നീ 7 വർഷങ്ങൾക്ക് മുൻപേ നീ നിന്റെ വായിലൂടെ തൂറിയ വാക്കുകളുണ്ടല്ലോ, ആ തൂറിയ വാക്കുകൾ നിന്നെ തീറ്റിക്കുക തന്നെ ചെയ്യും തിഹാർ ജയിലിൽ എന്നുള്ളത് കൃത്യമായിട്ടും സൈന്യത്തിന്റെ ആയാലും NIA-യുടെ ആയാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള പരാതി പ്രകാരം നമ്മൾക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവന്റെ വീട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ ആ റൂം വരെ നോക്കൂ, നമ്മുടെ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇവന്റെ വീടും ഇവന്റെ സ്റ്റുഡിയോ, ആ വീടിന്റെ ഏത് റൂമാണ് എന്ന് വരെയുള്ള വിവരങ്ങൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും ഇവനെ വെറുതെ വിടില്ല. ഇത് തന്നെയാണ് ഇതിന്റെ അപ്ഡേഷൻ. അപ്പം ഇതിന്റെ ഈ കേസിന്റെ എന്തായി, തുടർന്നുള്ള ഫോളോ അപ്പ് എന്തായി എന്നുള്ള ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ. ഈ ജിഹാദിയെ നമ്മൾ വെറുതെ വിടില്ല മക്കളെ. അടിച്ച് പൊളിച്ച് വാടാ അമ്പാനെ സൈന്യമേ, നമ്മുടെ NIA തന്നെ ഇവനെ തീർക്കും, ഇവനെ കൊണ്ടുപോകും. പോപ്പുലർ ഫണ്ടുകാരെ ഇട്ട അതേ സ്പോട്ടിൽ കൊണ്ടുപോയി അവനെ പാരച്യൂട്ട് വെളിച്ചെണ്ണയുടെ സുഖം അറിയിപ്പിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.